അമ്പലത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു മാസം ആവാറായെങ്കിലും നമ്മുടെ വീഡിയോസ് ഒന്നും ഇട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ രുക്മിണി സ്വയംവര ദിവസം രാവിലെ തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇന്ന് നൂലപ്പം കൊള്ളിസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. അടിപൊളി നൂലപ്പം കൊള്ളിസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കുറച്ച് നേരം ഭാഗവതമൊക്കെ കേട്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കല്യാണ സദ്യയാണ് കേട്ടോ നടക്കുന്നത്. നമ്മുടെ പാൽപ്പായസമൊക്കെ ആയിട്ട് ഗംഭീര സദ്യ ആയിരുന്നു. അപ്പോൾ സദ്യ അടിച്ചു പൊളിച്ചു. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രുക്മിണീനെ മേക്കപ്പൊക്കെ ചെയ്യിക്കാൻ പോയി. നമ്മുടെ വൈകിട്ട് ഘോഷയാത്ര ഉണ്ടല്ലോ, അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ രുക്മിണീനെ സുന്ദരി കുട്ടിയാക്കണം. അപ്പോൾ ഞങ്ങൾ എല്ലാ തവണയും നമ്മുടെ സാരിയൊക്കെയാണ് എടുക്കാറ്. ഇത്തവണ പാവാടിയും ജാക്കറ്റൊക്കെയാണ് ഉള്ളത് രുക്മിണിക്ക്. അങ്ങനെ ഡ്രസ്സൊക്കെ ഇടിച്ച് മുല്ലപ്പൂവൊക്കെ കൂടി ഓർണമെൻറ്റ്സ് ഒക്കെ ഇടിച്ച് സുന്ദരി കുട്ടിയാക്കിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോണ വഴിയാണ്. രാജുദേ മാലയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രുക്മിണി സ്വയംവരത്തിന് വേണ്ട മാലയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണമാല കൃഷ്ണ ഞങ്ങളിവിടെ കെട്ടിക്കൊണ്ടിരിക്കുക. ഇവിടെ കാണിക്കും. മാല കെട്ടാൻ പഠിപ്പിക്കുന്നതാണ് ഇവിടെ പിള്ളേരെ. ചെണ്ട മാല അതൊക്കെ കെട്ടാൻ പഠിപ്പിക്കുന്നുണ്ട്. 500 രൂപ വെക്കേഷൻ കോഴ്സ്. അത് കൊണ്ടാ ശരിക്കും മല ഇങ്ങനെ കെട്ടിയാൽ മണി. ഇതൊന്നും നോക്കണി. ഇത് അയിന് പോണ സ്ഥലത്തൊക്കെ ഒരെണ്ണം കെട്ടണം. അതൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ രാജുവും ഗായത്രിയൊക്കെ കല്യാണമാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങളൊക്കെ പോയി മേലൊക്കെ കഴുകി സെറ്റ് മുണ്ടൊക്കെ എടുത്ത് നമ്മുടെ കല്യാണത്തിന് റെഡി ആവുന്നുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ കണ്ടോ എന്ത് സുന്ദരികളായിട്ടോ വന്നേക്കണേ. പട്ടുപാവാടിയൊക്കെ ഇട്ട് എല്ലാവരും താലൊക്കെ പിടിക്കാൻ നമ്മൾ കല്യാണത്തിനൊക്കെ റെഡി ആയി വന്നേക്കാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഇനി താലൊക്കെ പിടിച്ച് ഇനി നമ്മുടെ ഘോഷയാത്രയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ച് ദൂരം ഘോഷയാത്രയുണ്ട്. അപ്പം നമ്മുടെ റോഡിൽ കുറച്ച് ദൂരം ഘോഷയാത്രയ്ക്ക് വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് അവിടെ നിന്നാണ് വിളക്കൊക്കെ കൊളുത്തി മേളത്തോടുകൂടി ഘോഷയാത്രയായിട്ട് നമ്മുടെ രുക്മിണീനെ കൊണ്ട് അമ്പലത്തിൽ. ആൾക്കാരെല്ലാരും കറക്റ്റായിട്ട് എടുക്കാതായാലും അങ്ങനെ നമ്മുടെ രുക്മിണി സ്വയംവര ഘോഷയാത്ര ആരംഭിക്കാനുണ്ട്. നമ്മുടെ രാജീവാരുടെ നേതൃത്വത്തിലെ മേളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സുന്ദരി കുട്ടികളൊക്കെ പട്ടുപാവാടൊക്കെ ഇട്ട് ഒരുങ്ങി താലൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ വിളക്കും നിറയും കുത്തുവിളക്കും ഒക്കെ ആയിട്ട് നമുക്ക് ഘോഷയാത്ര ആരംഭിക്കാം അല്ലേ. അപ്പോൾ ഘോഷയാത്ര ഇങ്ങനെ കുറച്ച് നേരമുണ്ട്. അപ്പോൾ ഘോഷയാത്രയിൽ ഇങ്ങനെ നടന്ന് നമ്മൾ നമ്മുടെ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് ഇനി അവിടെ വെച്ചിട്ടാണ് നമ്മുടെ സ്വയംവരം നടക്കുന്നത്. അപ്പോൾ ഘോഷയാത്രയിൽ ഇത്തവണ നമ്മുടെ രുക്മിണീനെ എടുത്തേക്കണത് അമൃതയാണ് കേട്ടോ. രുക്മിണീനെ എടുക്കാൻ കുറച്ച് കൂടുതൽ പേരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നറുക്കിട്ടിട്ടാണ് കേട്ടോ എടുക്കുക. അപ്പോൾ നറുക്കിട്ടിട്ട് അതിൽ കിട്ടണ ആളാണ് രുക്മിണീനെ എടുക്കുക. നമ്മുടെ സപ്താഹം തുടക്കണ ആദ്യ കൊല്ലം ഉണ്ടല്ലോ രുക്മിണീനെ എടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. എന്താ വെച്ചാൽ പേരെ പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് തവണ രുക്മിണീനെ എടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഘോഷയാത്ര നടന്ന് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ തിന്നിട്ടാ. ഇനി നമുക്ക് സ്വയംവരം കാണാം കേട്ടോ.
രുക്മിണി സ്വയംവരമൊക്കെ ഗംഭീരമായിട്ട് നടന്നു. രുക്മിണി സ്വയംവരം ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തിരുവാതിരക്കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ തിരുവാതിരക്കളി നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അവരുടെ തിരുവാതിരക്കളി ഉണ്ടായി. അതുകൂടാതെ ഞങ്ങളുടെ വലിയ ആൾക്കാരുടെയും തിരുവാതിരക്കളി ഉണ്ടായിരുന്നു. ഞങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ ചുറ്റും കൂടി നിന്ന് സ്റ്റെപ്പൊക്കെ പറഞ്ഞ് കളിച്ചു കേട്ടോ. അപ്പം അങ്ങനെ കുട്ടികളുടെയും വലിയവരുടെയും തിരുവാതിരക്കളിയും ഭജനയും അങ്ങനെ ഒരു നല്ല ദിവസമായിരുന്നു കേട്ടോ. നല്ല ഭക്തിസാന്ദ്രമായൊരു ദിവസമായിരുന്നു അങ്ങനെ കഴിഞ്ഞു പോയത്. അപ്പോൾ ഇനി നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഇനി അടുത്ത വീഡിയോ അമ്പലത്തിൽ പരിപാടി തന്നെ. ഞങ്ങളുടെ ഡാൻസ് കാണണ്ടേ? ഞങ്ങളുടെ ഡാൻസ്, കുട്ടികളുടെ തിരുവാതിര ഡാൻസ്, അങ്ങനെ കുറച്ച് പ്രോഗ്രാം, ആറാട്ട്, അതോടുകൂടി നമ്മുടെ അമ്പലത്തിലെ പരിപാടികളൊക്കെ അവസാനിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാമല്ലേ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സി യു. നമ്മൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.